നമസ്കാരം. കേരള കോൺഗ്രസിലെ നിലവിലെ രണ്ട് പ്രധാന ഗ്രൂപ്പുകൾ ഇത്തവണ തട്ടകമായ കോട്ടയത്ത് നേരിട്ട് ഏറ്റുമുട്ടുന്നു. 1977 പിള്ള ഗ്രൂപ്പ് കോട്ടയത്തും മൂവാറ്റുപുഴയിലും ലോക്സഭയിലേക്ക് മാതൃഗ്രൂപ്പ് സ്ഥാനാർത്ഥികളോട് അംഗം വെട്ടി മാത്രമാണ് പരസ്പര പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലെ ഏക അധ്യായം. നിയമസഭയിലേക്ക് പരസ്പര മത്സരം പല തവണ ഉണ്ടായിട്ടുണ്ട്. 1964 പാർട്ടിയിൽ നിന്ന് 1977 സ്ഥാപക നേതാക്കളിൽ ഒരാളായ ബാലകൃഷ്ണപിള്ള വേർപിരിച്ചതായിരുന്നു ആദ്യ പിളർപ്പ്. ആ വർഷം മൂവാറ്റുപുഴയിൽ പിള്ള ഗ്രൂപ്പിലെ KM ജോസഫ് കേരള കോൺഗ്രസിലെ ജോർജ് K മാത്യുവിനോട് മത്സരിച്ച് 44,820 വോട്ടിന് കീഴടങ്ങി. കോട്ടയത്ത് വർക്കി തോമസാണ് പിള്ള ഗ്രൂപ്പിൻ്റെ പോരാളിയായത്. അദ്ദേഹം കേരള കോൺഗ്രസിലെ സക്രിയ തോമസിനോട് 61,695 വോട്ടിന് തോറ്റു. 1979 മാണി ഗ്രൂപ്പ് പിറന്നത്. പക്ഷേ മിക്കവാറും കാലം ഒരേ മുന്നണിയിലായിരുന്നുകൊണ്ട് ജോസഫ് ഗ്രൂപ്പുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നിട്ടില്ല. 1991 PJ ജോസഫാണ് ഇടുക്കിയിൽ മത്സരിച്ചത്. ഒരു കേരള കോൺഗ്രസ് ഗ്രൂപ്പിൻ്റെ മറ്റൊരു പ്രധാന നേതാവും അംഗത്തിനിറങ്ങിയ ഒരേ ഒരു മത്സരം. പക്ഷേ സ്വന്തം ജില്ലയിൽ അദ്ദേഹം കോൺഗ്രസിലെ പാല KM മാത്യുവിനോട് തോറ്റു. 2004 കേന്ദ്രത്തിൽ വാജ്പേയി സർക്കാരിൽ ഒരു വർഷം സഹമന്ത്രിയായിരുന്ന PC തോമസാണ് കേരള കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്നെത്തി കേന്ദ്രമന്ത്രിയായ ഏകയാൾ. അന്ന് അദ്ദേഹം IFDP എന്ന പാർട്ടി ഉണ്ടാക്കി കേരള കോൺഗ്രസിൻ്റെ നാമപാരമ്പര്യം തന്നെ ഉപേക്ഷിച്ച് NDA മുന്നണിയിലാണ് മത്സരിച്ചത്. 1996, 98, 99, 2004, 2009 വർഷങ്ങളിൽ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിൽ മത്സരിച്ചു. 99 2004 വിജയിച്ചു. 2009 ജോസ് K മാണി UDFന് വേണ്ടി കോട്ടയം സീറ്റ് സുരേഷ് കുറുപ്പിൽ നിന്ന് പിടിച്ചെടുത്തു. 2014 കോട്ടയം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് രാജ്യസഭയിലേക്ക് മാറി. 2019 തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് കേരള കോൺഗ്രസിന് വേണ്ടി ആദ്യമിറങ്ങി. CPMലെ VN വാസവനെ തോൽപ്പിച്ചുകൊണ്ട് UDFന്റെ മണ്ഡലം കാത്തു. ഇത്തവണ UDFന് വേണ്ടി ഇറങ്ങുക കേരള കോൺഗ്രസ് സ്ഥാപക നേതാവായ KM ജോർജിന്റെ മകനായ ഫ്രാൻസിസ് ജോർജാണ്. കോട്ടയത്ത് ആദ്യമാണെങ്കിലും ഇടുക്കിയിൽ നിന്ന് 2 ജയം ഉൾപ്പെടെ അദ്ദേഹത്തിന് മത്സര പരിചയമുണ്ട്. കഴിഞ്ഞ തവണ UDFൽ നിന്ന് MP ആയ തോമസ് ചാഴിക്കാടൻ ഇക്കുറി LDFൽ നിന്നുള്ള എതിരാളിയാണ്.